അപ്പോൾ നമ്മൾ മദർ പ്ലാന്റിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മദർ പ്ലാന്റിൽ 2 ഡ്രാഗൺ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പറിച്ചെടുക്കാം. മുള്ളു കൊള്ളണ്ട. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിനെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പൈപ്പും പിന്നെ അതിന് വേണ്ട ടയറൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. പൈപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ അതിൻ്റെ മേലെയാണ് ടയർ വെക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഓൾഡ് പൈപ്പുകളൊക്കെ ഉണ്ട് കുറേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ടയർ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു. ഒരു 7 ടയറും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് വെക്കാനുള്ള കമ്പികളൊക്കെ ഒരു 10-25-30 കമ്പികളായി. അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ് സക്സസ് ആവുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ പൈപ്പുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഈ അളവിലാണ് ഇപ്പോൾ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യുന്നത്. ഈ അളവിൽ വെച്ചിട്ട് പിന്നെ ടയർ വെച്ച് കൊടുക്കണം. അപ്പോൾ പൈപ്പൊക്കെ നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്യാം. നമുക്കറിയാവുന്ന പണി നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ പൈപ്പുകളൊക്കെ 6 റെഡിയായി. 7 1 ഡ്രാഗൺ ഫ്രൂട്ട് കേട് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7 പൈപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. നമ്മൾ പറയും പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് പ്രാവർത്തികമാക്കാൻ. ഇതിൻ്റെ അടിയിലേക്ക് മണ്ണ് കുഴിച്ച് ആക്കണം. പിന്നെ ഇതിന് ഇതേപോലെ കമ്പി കൊള്ളുന്ന രീതിയിൽ ഹോൾസ് ഇടണം. പിന്നെ ഇവിടെ ടയർ വെക്കാൻ കമ്പി ഇടണം. ഇങ്ങനെ 2 ഭാഗത്തുമായിട്ട് ഇങ്ങനെ കമ്പി ഇട്ട് കൊടുക്കണം. അടിയിൽ ഇട്ട് കൊടുക്കണം, മേലെ ഇട്ട് കൊടുക്കണം. അല്ലാതെ ഈ പൈപ്പ് ഇവിടെ നിൽക്കില്ല. പൈപ്പ് ഇങ്ങനെ താന്നു പോകും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും നമ്മളിതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ആദ്യം പൈപ്പ് നമ്മളിതിൽ മണ്ണ് കുഴിച്ചിട്ട് അടിയിലേക്ക് എത്തിക്കണം. പിന്നെ അതിൻ്റെ ശേഷം ഈ ദ്വാരത്തിനനുസരിച്ച് കണ്ടില്ലേ, ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ അത് ഉറച്ച് നിൽക്കുള്ളൂ. അതിൻ്റെ ശേഷം ടയർ വെക്കാൻ വേണ്ടി നമ്മൾ 2 കമ്പി ഇതേപോലെ ഇട്ട് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ടയർ ഇതിവിടെ വെക്കാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് പണിയുണ്ട്. അപ്പം ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു കമ്പിയും ഇതുപോലെ ഒരു കമ്പിയും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ നടുവിലായിരിക്കണം പൈപ്പിലൂടെ ഈ കമ്പി കടന്നു പോകണം. എന്നാൽ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അതുപോലെ തന്നെ പൈപ്പിൻ്റെ മേലെ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ചൗരിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കണം. ഇതുപോലെ പൈപ്പിന് ഓട്ടാക്കി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഇനി ഇവിടെ ടയർ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി ടയർ ഇടുന്നതിന് മുമ്പേ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ അങ്ങോട്ട് വെച്ച് കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കും. തീർന്നിട്ടില്ല, ഒരെണ്ണം കൂടി ഉണ്ട്. ഇതിനെ കൂടി ചേർത്ത് കെട്ടാം. ഇങ്ങനെ വെച്ച് ചേർത്ത് കെട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കമ്പി വെച്ച് കൊടുക്കും. ഒരു കമ്പി ഇങ്ങോട്ടും ഒരു കമ്പി ഇങ്ങനെ. ഇതോട്ടം മതി. ടയർ എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കമ്പിയായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക.
പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് വളർത്ത് കൊടുത്താൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൈസ് നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം മഴ കൊണ്ടിട്ട് വരാം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതാ നമ്മളെ അത്തിപ്പഴം നിറയെ കായ്ക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്. ഇതൊക്കെയാണ്. ഒരു ഡ്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത്തിപ്പഴമൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡ്രമ്മിൽ നമ്മൾ വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് പോയിട്ടുണ്ട്, അത് പ്രാവശ്യം വെക്കണം. അപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് റെഡിയാവാൻ കാരണം നമ്മുടെ മകനും കൂടി ഉണ്ടായിരുന്നു, ആണ്ടിലൊരിക്കൽ വരുന്നത്. അപ്പോൾ അവനും കൂടി സെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഒറ്റക്കൊള്ളും എന്നാണ് എനിക്ക് കരുതിയത്. അവന് ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ, അത്തിപ്പഴം ഇവിടെ. ഒരു സൈഡിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട്, ഒരു സൈഡിൽ അത്തിപ്പഴം. അതുണ്ട് കറിവേപ്പില മുളകുണ്ട്, എല്ലാം ഉണ്ട്. മുളകുണ്ട്, നല്ല ചീര ഐറ്റംസ് മുളകുകൾ, നല്ല ഐറ്റംസ് മുളകുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ചെയ്യാം. മുളകുണ്ട്, നീളമുളകുണ്ട്. അപ്പോൾ അതിനിടയിൽ മഴ പെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മഴയൊക്കെ ശരിക്കും കൊള്ളേണ്ടി വന്നു. പിന്നെ മഴയാണെന്ന് കരുതി നമ്മളത് നിർത്തിവെച്ചോന്നുമില്ല. കാരണം നിർത്തിവെച്ചാൽ പിന്നീടാവാം എന്നുള്ള രീതിയിൽ അങ്ങനെ വൈകിക്കൊണ്ടിരിക്കും. അപ്പോൾ മഴയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് എന്തെല്ലാം പോകാൻ വഴിയുണ്ട്. ഒരു തലയിലൊരു കവറിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ശരീരം മഴ നനയുന്നത് ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ആ എനർജി നമ്മൾ വേണ്ടതും ഉപയോഗിച്ച് നമ്മളെ ജോലിയൊക്കെ അങ്ങ് തീർത്തിയെന്ന് മാത്രം. അപ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മദർ പ്ലാന്റിൽ 2 ഡ്രാഗൺ ഫ്രൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പറിച്ചെടുക്കാം. മുള്ളു കൊള്ളണ്ട, തിരിച്ചെടുക്കുക. കിട്ടിയില്ലേ? ഇനി ഒന്നുകൂടി അത് ആയിട്ടുണ്ട്.